നമസ്കാരം, സുമിയാണ്. ലൈഫ് ഓഫ് അൻസുമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ ഇന്ന് ഞാൻ കാണിക്കുന്നത് നമ്മളിപ്പോൾ ഇവിടെ ആഫ്രിക്കയിലെ മലാവിയിൽ നിൽക്കുന്ന നമ്മുടെ വീടിൻ്റെ ചുറ്റുഭാഗവും ഒക്കെയാണ്. അപ്പോൾ കുറച്ച് പേരെങ്കിലും കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ഒക്കെ നിൽക്കുന്ന വീടും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരും എന്നുള്ളത്. സാധാരണ എൻ്റെ വ്ളോഗിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വീടിൻ്റെ ഓരോ പോർഷൻസ് ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാകും. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ കംപ്ലീറ്റ് ആയിട്ടൊന്ന് കാണിച്ചു തരാൻ. അപ്പം നേരെ നമുക്ക് നമ്മുടെ ഹോം ടൂർ എന്നൊന്നും പറയാൻ പറ്റില്ല, ജസ്റ്റ് നമ്മളെ വീടിൻ്റെ പുറത്തുള്ള പരിസരവും എൻ്റെ പച്ചക്കറി തോട്ടമൊക്കെ ഒന്ന് വിശാലമായിട്ട് നിങ്ങളൊന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ കോമ്പൗണ്ടിനെ പറ്റി പറയുകയാണെങ്കിൽ റെൻറ്റിൽ നിന്ന് തുടങ്ങാം കേട്ടോ. നമ്മുടെ വീടിൻ്റെ റെൻറ്റിൽ നിന്ന് തുടങ്ങാം. ഈ ഒരു ഗേറ്റ് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനാണ്. നമ്മൾ തങ്കൊക്കെ പോവും ഇത് കൂടെ രാവിലെ. അതേപോലെ നമ്മൾ പുല്ല് പറിക്കാനോ അല്ലെങ്കിൽ ഒരു കമ്പെടുക്കാനോ അങ്ങനെ എന്തിനെങ്കിലൊക്കെ, അതായത് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ഏരിയ ആണ് ഈ ഒരു ഡോർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇവിടെ ഉള്ളത് ആദ്യം ഒരു പട്ടിക്കൂടായിരുന്നു കേട്ടോ. ഇവിടെ ഉണ്ടായിരുന്ന പട്ടി ഇപ്പം ഇല്ല, അത് മരിച്ചുപോയി. പിന്നെ ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ കുറച്ച് കൃഷിയുണ്ട്, കുറച്ചുള്ളൂ. പച്ചമുളകും പയറൊക്കെ ആയിട്ട് കുറച്ച് കൃഷികൾ ഈ സൈഡിലുണ്ട്. ഇത് ആ ഒരു ഏരിയയിൽ മൊത്തം കൃഷികളുണ്ട്. പിന്നെ ഇതാണ് ഞങ്ങളെ കോമ്പൗണ്ട്. ഇവിടെ 6 വീടുകളാണ് ഉള്ളത്. ഇതൊരു വീടാണ്. അതുപോലെ തന്നെ അത് കുറച്ചുകൂടെ വലുപ്പമുള്ളൊരു വീടാണ്. പിന്നെ അവിടെ 2 വീടുകളുണ്ട് കേട്ടോ. അപ്പം 2 വീട് ഒരുമിച്ചിട്ടാണുള്ളത്. ആ സെയിം സ്ട്രക്ചർ തന്നെയാണ് ഇവിടെയും, 2 വീടുകളാണുള്ളത്. അപ്പം ഈ 2 വീടിലെ ഇതാണ് നമ്മുടെ വീട്. ഇതാണ് നമ്മുടെ പൂന്തോട്ടം ഫ്രണ്ടിലുള്ളത്. അവിടെ നമ്മുടെ ഗാർഡൻ പോയി വെള്ളം നനച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ തൊട്ട് ബാക്കിൽ കാണുന്ന ആ വീടാണ് കുക്കുമാരൊക്കെ നിൽക്കുന്ന വീട്, നമ്മുടെ തമാലയൊക്കെ നിൽക്കുന്ന വീട്. പല വീഡിയോസിലും എല്ലാവരും ചോദിച്ചിട്ടുണ്ട് തമാല എവിടെയാണ് നിൽക്കുന്നത്, അവൾ പോയി വരികയാണോ എന്നൊക്കെയുള്ളത്. അപ്പോൾ തമാലയും ഈ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലാണ് അവരുടെ വീട്. അതാണ് നമ്മളെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. അവിടെ ചാക്കൊക്കെ വെച്ച് മറിച്ചത്. ഇവിടെ ഭയങ്കര കാറ്റാണ്. അപ്പോൾ കാറ്റടിക്കുമ്പോൾ നമ്മുടെ ചെടികളൊന്നും വളരില്ല, ചെറിയ ഹൈറ്റില്ലാതെ തന്നെ നിന്ന് അതിൽ കായും പൂക്കളൊക്കെ ആവുകയാണ് ചെയ്യുക. അപ്പോൾ കാറ്റിനൊന്ന് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുള്ളൊരു പണിയാണ് ആ ചാക്ക് വെച്ച് മറിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പച്ചക്കറിയൊക്കെ വലുതാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ പുല്ല് വെച്ച് മറക്കുകയാണെങ്കിൽ അത്രയ്ക്ക് നിൽക്കില്ല, കാറ്റടിച്ചുകൊണ്ട് പോകും. ചാക്കാവുമ്പോൾ ഇവിടെ ഈ ഫെൻസിങ്ങിൻ്റെ ഒരു കൂർത്ത ഭാഗമുണ്ട്, അതിൽ വെച്ച് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പോകത്തില്ല കേട്ടോ. അപ്പോൾ ഇനി നേരെ നമുക്ക് നമ്മളെ വീടിൻ്റെ അവിടേക്ക് വരാം. അപ്പോൾ വീട് നമ്മൾ വരുന്ന സമയത്ത് ഈ ഭാഗമൊക്കെ ഫുള്ള് ഡ്രൈ ആയി കിടക്കുന്ന, എങ്ങനെയാണ് പറയുക, അപ്പോൾ അതേ ഈ ഒരു മണ്ണിൻ്റെ ഒരു ഏരിയ ഉണ്ടല്ലോ, ഈ ഒരു മുറ്റം ഇതുപോലെയായിരുന്നു. അപ്പോൾ വന്ന സമയത്ത് ഞാൻ വെച്ച് തുടങ്ങിയ ചെടികളാണ് ഇതെല്ലാം. ഇപ്പോൾ ഏകദേശം 1 വർഷമായി. നമ്മൾ കഴിഞ്ഞ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഈ വർഷം ജനുവരി ലാസ്റ്റിനാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷെ നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് വന്നപ്പോൾ വേറൊരു വീട്ടിലാട്ടോ താമസിച്ചത്. അവിടേക്ക് ഞങ്ങൾ കഴിഞ്ഞ വർഷം ഒക്ടോബർ ലാസ്റ്റ് ആയപ്പോഴാണ് വന്നത്. അപ്പോൾ ഇവിടേക്ക് വന്നിട്ട് ഏകദേശം 1 വർഷം ആവാൻ പോകുന്നു. അടുത്ത ജനുവരി ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് 1 വർഷം ആകും. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്. ഞാൻ പറഞ്ഞില്ലേ 2 പാർട്ടീഷനാണ്, റൂമുകളായിട്ടല്ല കേട്ടോ, ശരിക്കും വീടാണ്. പക്ഷേ ഒരു പാർട്ടീഷൻ നടുവിൽ അങ്ങനെ അടുത്തടുത്ത് വീട് ഉള്ളൂ കേട്ടോ. ഇവിടുന്ന് കുറച്ച് വിട്ടുമാറി അവിടെയൊക്കെ കൃഷി ചെയ്യാൻ സ്ഥലമുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് അടുത്തൊരു സെറ്റുള്ളത്, അതിലും 2 വീടുകളാണുള്ളത്. പിന്നെ ഇത് ഒറ്റ വീടാണ്, പക്ഷെ അത്യാവശ്യം നല്ല വലുപ്പമുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കോമ്പൗണ്ടിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ അതിലാണ് നമ്മുടെ എൻട്രൻസ് ഉള്ളത് കേട്ടോ. അതിലേക്ക് കുറേ നടന്നു പോകാനുണ്ട്, അതാണ് ഞാൻ അങ്ങോട്ട് പോവാത്തത്. അവിടെ നമുക്ക് ഗേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് കണ്ടില്ലേ, അവിടെയാണ് ഗേറ്റ് ഉള്ളത്. നമ്മുടെ ടാങ്കും കാര്യങ്ങളൊക്കെ അവിടെയാണുള്ളത്. രാത്രി വൈകുന്നേരം ഈ ഒരു ഡയറക്ഷനിലേക്ക് നോക്കുമ്പോൾ കാണാൻ ആകാശവും എല്ലാം നല്ല അടിപൊളിയായി കിട്ടും. കാരണം ഇവിടെയാണ് നമുക്ക് പടിഞ്ഞാറ്, സൂര്യൻ അസ്തമിക്കുന്നത് അവിടെയാണ്. അപ്പം ആ ഒരു വ്യൂ അടിപൊളിയായിരിക്കും. അതേപോലെ തന്നെ നേരെ ഓപ്പോസിറ്റുള്ള കിഴക്ക് ഭാഗം ഇതാണ്. ഇപ്പോൾ സൂര്യൻ ഉദിച്ചത് ഏകദേശം ഇവിടെ എവിടേക്കോ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, എനിക്ക് കാണാൻ പറ്റുന്നില്ല കാരണം വെയിൽ കണ്ണിലേക്ക് അടിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കിഴക്ക് ഭാഗം. ഈ ഭാഗത്തുനിന്ന് സൂര്യൻ ഉദിച്ച് വരുന്ന വിഷ്വൽസാണ് ഞാൻ എൻ്റെ പല വീഡിയോസിലും കാണിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കോമ്പൗണ്ടിൻ്റെ വിശേഷങ്ങൾ.
എല്ലായിടത്തും പച്ചപ്പൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. ചെടികളൊക്കെ പതുക്കെ പതുക്കെ നട്ട് വളർത്തി എല്ലായിടത്തും ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം നമുക്കിപ്പോൾ കറണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോസ് പറഞ്ഞതല്ല, നമുക്ക് സോളാർ എനർജിയാണുള്ളത്. സോളാർ പാനൽ ഈ വീടിൻ്റെ ബാക്ക് സൈഡിൽ അങ്ങോട്ടേക്കായിട്ട് കേട്ടോ ഫേസ് ചെയ്തിട്ടുള്ളത്, കൂടുതൽ വെയിൽ കിട്ടുന്നത്. അപ്പം അവിടേക്കാണ് സോളാർ പാനലൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ സോളാർ എനർജിയാണ് നമ്മളെല്ലാ വീട്ടുകാരും ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതേ ലൈനൊക്കെ വലിച്ചിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ നമുക്ക് കറണ്ടൊക്കെ കിട്ടും. കണ്ടില്ലേ? പിന്നെ ഇത്രയൊക്കെയാണ് പുറമേ ഉള്ള കാഴ്ചകൾ. പിന്നെ മുറ്റത്ത് ഞാൻ കുറച്ച് ചെടിയല്ല പുല്ല് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു മാസമേ ആയിട്ടുള്ളൂ നമ്മൾ പുല്ല് വെച്ച് പിടിപ്പിച്ചിട്ട്. അപ്പുറത്ത് കുറച്ച് വാഴച്ചെടികളൊക്കെ നട്ടിട്ടുണ്ട്. അതൊക്കെ ഇനി വലുതായി മഴ വരാൻ പോവുകയാണ്. മലാവിയിൽ ഡിസംബർ ഒരു ലാസ്റ്റ് ആകുമ്പോഴാണ് മഴ ശക്തമായിട്ട് പെയ്തു തുടങ്ങുക. അപ്പം ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ പുല്ലൊക്കെ നന്നായിട്ട് കിളിച്ച് അടിപൊളിയാകും. ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ നാട്ടിൽ പോയി തിരിച്ചു വരും. അപ്പോഴത്തേക്കും ഞാനത് നട്ട് വളർത്തിയിട്ടുള്ളതാണ്. എന്തായാലും അതൊക്കെ വളരട്ടെ. പിന്നെയും കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യാനുണ്ട്. അതാണ് ഇങ്ങനെയൊക്കെ മണ്ണൊക്കെ എടുത്തിട്ടിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ പുറത്ത് കാണുന്ന ബെഞ്ചും ഡെസ്കും ഉണ്ടല്ലോ, അതൊരു സെറ്റ് നമ്മൾ സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ്. സ്കൂളിൽ എല്ലാ ബെഞ്ചും ഡെസ്കിൻ്റെയും സെറ്റ് ആയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നത് ഓഫീസ് റൂമിൽ കൊണ്ടുവയ്ക്കണമെന്ന്. ടൈം കിട്ടിയിട്ടില്ല, കൊണ്ടുവയ്ക്കണം പോകുന്നതിന് മുന്നേ. അപ്പോൾ തങ്കുവിനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മളെ വീട്ടിൽ വളർത്തുന്ന നമ്മുടെ പട്ടിക്കുട്ടിയാണ് തങ്കു എന്നാണ് അവൻ്റെ പേര്. തങ്കുവിനെ വിളിക്കുക, അവിടെ ഉണ്ട്. തങ്കു ഓടി വാ, കണ്ടോ, ഇങ്ങോട്ട് വാ, തങ്കം ഇങ്ങോട്ട് വാ. വേണ്ട, ആൾ ഓടി വരികയാണ്. അപ്പുറത്ത് കൂടെയാണ് കേട്ടോ ഷോർട്ട് കട്ട്. തങ്കുവിൻ്റെ വീട് ഇതിൻ്റെ ബാക്കിലാണ്. അപ്പോൾ അവന് അങ്ങോട്ടേക്കാണ് ഷോർട്ട് കട്ടുള്ളത്. അതാണ് അതിൽ ഓടിപ്പോയേ. അപ്പോൾ ഫ്രണ്ടിലെ കാഴ്ചകളൊക്കെ എല്ലാവരും കണ്ടില്ലേ? ഇതാണ് നമ്മുടെ ഒരു സൈഡ് വ്യൂ എന്ന് പറയുന്നത്. ഫുള്ള് പച്ചക്കറി കൃഷി, പച്ചപ്പ്, ഹരിതാപം എന്ന് പറയുന്ന പോലെ ഫുള്ളതാണ്. അപ്പോൾ ഓരോരോ കൃഷികളൊക്കെ ഇവിടെ നന്നായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഞാൻ പലതവണ നമ്മുടെ വീഡിയോസിൽ കാണിച്ചതാണ്. വഴുതനങ്ങ കണ്ടോ, ചീര, അമരപ്പയർ, ഒരുപാട് തരം പച്ചക്കറികൾ എൻ്റെ അടുത്ത് ഉണ്ട് കേട്ടോ. തക്കാളി, കോവൽ, എല്ലാം, പൊട്ടുവെള്ളരി, വെള്ളരി, കുമ്പളം, മത്തൻ, പച്ചമുളക്, കാന്താരി, എന്താ പറയുക, എല്ലാം നമ്മളൊരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഞാൻ കൃഷി ചെയ്തിട്ടുണ്ട്. അതിൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. പയർ തന്നെ 2-3-4 തരം, മമ്പയർ, കുറ്റിപ്പയർ, നീട്ടമുള്ള പയർ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട്, ചെടികളും ഒക്കെ. പിന്നെ തണ്ണിമത്തൻ, കപ്പ, ചേമ്പ്, പിന്നെ എന്തൊക്കെയാണ്, കാച്ചിൽ, വാഴ, ഇതെല്ലാം കൃഷി ചെയ്തിട്ടുണ്ട്. കാച്ചിലും വാഴയും ചെയ്യുമ്പോഴൊക്കെ അപ്പുറത്തെ സൈഡിലാണ്. അതൊക്കെ വാഴേൻ്റെ ഇലയൊക്കെ കണ്ടില്ലേ, കാറ്റടിച്ചിട്ട് ഒരില പോലും നല്ലതില്ല കേട്ടോ. ദേ അവിടെ കണ്ട തങ്കുതേ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറേ കൃഷികളുണ്ട്. നാട്ടിൽ പോയി വന്നതിന് ശേഷം ഒന്നും കൂടി വിപുലമാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. പയറൊക്കെ ഒരുപാടുണ്ടായി നിൽക്കുന്നുണ്ട്, ഉണ്ടല്ലേ. പിന്നെ മധുരമുള്ള ചോളം ഉണ്ടല്ലോ, അതായത് സ്വീറ്റ് കോണ്, അതാണിത്. എല്ലാം ഉണ്ട്. ബജിമുളക്, മുളക്, ഇഞ്ചി, മഞ്ഞൾ, ഇതെല്ലാം ഞാൻ കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ബാക്ക് ഭാഗം എന്ന് പറയുന്നത്. അതാണ് തങ്കുവിൻ്റെ കൂടൊക്കെ. ഇങ്ങനെ ഫുള്ള് ഒന്നുമില്ലാതെ കിടന്നൊരു സ്ഥലമായിരുന്നു. അത് ഞാൻ ഇങ്ങനെ പച്ചപ്പാക്കിയെടുത്തു. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗാർഡൻ ബോയ് ഉണ്ട്. വെള്ളം നനയ്ക്കാനാണെങ്കിലും എല്ലാം ശരിയാക്കി തരാനാണെങ്കിലും ഒക്കത്തിനും. പിന്നെ അവന് ഈ നമ്മുടെ വീടിൻ്റെ മാത്രം ഗാർഡൻ ബോയ് അല്ല, ഈ ഒരു കോമ്പൗണ്ടിൻ്റെ ഗാർഡൻ ബോയ് ആണ്. അപ്പം നമുക്ക് മാത്രമല്ല, എല്ലാവർക്കും ചെയ്യുന്നത് അവൻ തന്നെയാണ്. അപ്പം ഇങ്ങനെയാണ് വീടിൻ്റെ ബാക്ക് വശം. ഇനി നമുക്ക് നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വാതിൽ തുറന്ന് വരുമ്പോൾ നമുക്കുള്ളതൊരു വിശാലമായിട്ടുള്ള ഹാളാണ്. ഡൈനിങ് ഹാളും ലിവിങ് ഹാളായിട്ട് സെപ്പറേഷൻ ഒന്നുമില്ല, ഒരു വലിയൊരു ഹാളാണുള്ളത്. അപ്പോൾ നമ്മൾ ഡൈനിങ് ടേബിളും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ സോഫയും ഒക്കെ. ഇതാണ് നമ്മൾ കയറി വന്ന നമ്മുടെ വാതിൽ. അപ്പം ഇതാണ് നമുക്കുള്ള ഫസ്റ്റത്തെ ഒരു എൻട്രൻസിലുള്ളത്. ഇവിടുത്തെ വീടുകളുടെയൊക്കെ പ്രത്യേകത താഴ്ഭാഗത്താണ് കേട്ടോ ബോർഡ് കൊടുക്കുക. നമ്മുടെ സ്വിച്ച് ബോർഡൊക്കെ കൊടുക്കുന്നത് താഴ്ഭാഗത്താണ്. അപ്പം ഇതാണ് നമ്മുടെ വീട്ടിലെ ഹോളെന്ന് പറയുന്നത്. നല്ല അടിപൊളി കർട്ടനൊക്കെ ഇട്ട്. അപ്പോൾ ഇതാണ് വിശേഷങ്ങൾ.
പിന്നെ 1-2 ഭാഗത്ത് ഞാൻ ചെറിയ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒരു പരീക്ഷണമാണ്. ഞാൻ കറി വെക്കാൻ വേണ്ടി മേടിച്ചുകൊണ്ടുവന്നൊരു ചട്ടി ഉണ്ടായിരുന്നു. പക്ഷേ അത് ഒരു കേടായിപ്പോയി. ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ഇത് കേടായിപ്പോയി. അപ്പോൾ ഞാനിതിൽ കുറച്ച് മണ്ണൊക്കെ നിറച്ച് ഈ ഒരു ചെടി വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ചെടി എന്തായാലും വളർന്ന് വരുന്നുണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു സൈഡിൽ ഈ ഒരു ചെറിയൊരു ടേബിൾ ഉണ്ടല്ലോ, ഇത് ഇവിടുത്തെ ആൾക്കാർ കൈകൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ കണ്ടപ്പോൾ ഒരു ക്യൂരിയോസിറ്റി തോന്നി മേടിച്ചതാണ്. കുഴപ്പമില്ല, നല്ലതാണ്, നമുക്ക് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാനൊക്കെ പറ്റും. അപ്പോൾ ഞാനൊരു ചെറിയൊരു ബോട്ടിൽ കുറച്ച് വെള്ളവും ഈ മുറ്റത്തുനിന്ന് വെറുതെ 2-3 കല്ലും ഒക്കെ ഇട്ട് ഒരു ചെടി നട്ടിട്ടുണ്ട്. ഉണ്ടാകുമായിരിക്കും. ഞാൻ എന്നും ഇതുപോലെ ഇങ്ങനെ എടുത്ത് അടിഭാഗം നോക്കാറുണ്ട് കേട്ടോ. അങ്ങനെ നോക്കി ഞാൻ തോന്നുന്നു അതിൻ്റെ അടിഭാഗം ചീഞ്ഞ് പോകുന്ന പോലെ തോന്നുന്നുണ്ട്. എന്തായാലും വേറെ നല്ല വെള്ളത്തിൽ വളരുന്ന ചെടി കിട്ടുമ്പോൾ ഇതിലേക്ക് വെക്കണം. ഇപ്പോൾ ഇതാണ് ചെറിയൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട്, കാണാനൊരു ഭംഗിക്ക് വേണ്ടി ഞാൻ ഇവിടെ വെച്ചതാണ്. അപ്പം ഇതാണ് നമ്മുടെ ഹോളിൻ്റെ വിഷ്വൽ. ഈ ഹാള് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ നമുക്ക് ഒരു ഇടതാഴിയാണുള്ളത്. ഇവിടെ നിന്നാണ് റൂമും കിച്ചണും ഒക്കെ സെപ്പറേറ്റ് ആവുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് ഒരു റൂമുണ്ട്. മാസ്റ്റർ ബെഡ്റൂം അല്ല, നോർമൽ റൂം, ബാത്ത് അറ്റാച്ച്ഡ് അല്ല കേട്ടോ. അപ്പോൾ നോർമൽ റൂമുണ്ട്. ഇവിടെ കോമൺ ടോയ്ലറ്റും കോമൺ ബാത്റൂമും ഉണ്ട്. അപ്പോൾ ഇത് കോമൺ ബാത്റൂമാണ്, ഇത് കോമൺ ടോയ്ലറ്റാണ്. അപ്പോൾ ഇതാണ് കോമൺ ടോയ്ലറ്റ്. ഈ ഒരു റൂം ഞാൻ തുറന്ന് കാണിച്ചു തരുന്നില്ല, കാരണം ഞങ്ങൾ നാട്ടിൽ പോകാനായതുകൊണ്ട് തന്നെ എല്ലാ ഡ്രസ്സും എല്ലാ സാധനങ്ങളും എല്ലാം ഡംപ് ചെയ്തിരിക്കുന്ന ഒരു റൂമാണ്. നമുക്ക് ഈ വീടിന് സ്റ്റോർ റൂം ഇല്ല കേട്ടോ. അപ്പം നമ്മൾ എല്ലാ സാധനങ്ങളും കൊണ്ട് കൂട്ടിയിടുന്നതും എല്ലാം ഒരു അലങ്കോലമായി കിടക്കുക. എല്ലാ വീട്ടിലും ഉണ്ടാവുമല്ലോ ഒരു സ്റ്റോർ റൂം, ഇതേപോലെ എല്ലാം വെച്ച് ശരിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ റൂമാണ്. അപ്പോൾ ഞാൻ തുറന്ന് കാണിക്കുന്നില്ല. പക്ഷേ ഈ റൂം വരുന്ന വീഡിയോസിലൊക്കെ ഞാൻ കാണിക്കും, കാരണം നമുക്ക് കുറേ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ അന്നേരം കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇവിടെ നമ്മുടെ ചെരുപ്പൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടൊരു ഷൂറാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഫോർ എക്സസൈസ്. അപ്പം ഇനി നേരെ ഈ ഇടനാഴിയിൽ നിന്ന് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് ലെഫ്റ്റ് സൈഡിലേക്കുള്ളതാണ് ഇപ്പം നമ്മൾ കണ്ടത്. റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഇത് കിച്ചൻ്റെ ഡോറാണ്. അതേപോലെ തന്നെ ഇത് നമ്മുടെ റൂമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്, പെട്ടെന്ന് എടുക്കാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ. ഇത് നമ്മൾ മലാവി ഡയറിയിൽ കണ്ണാറിൻ്റെ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ള കപ്പികളാണ്. അപ്പോൾ അത് കിട്ടിയപ്പോൾ ഇവിടെ ഇങ്ങനെ വെച്ചതാണ്, എടുത്ത് മാറ്റി വെച്ചില്ല. പിന്നെ വേറൊരു സൂത്രം ഞാൻ കാണിച്ചു തരാം. ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മേടിച്ച മധുരക്കിഴങ്ങ് ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം മുളച്ചതേ ഈ പരുവത്തിലായിട്ടോ. ഇപ്പോഴാണ് ഇതിനെ ശ്രദ്ധിക്കുന്നത്. അപ്പം ഇത് നമുക്കിനി മാറ്റി നടല്ല, ഇതൊന്ന് എടുത്തുകൊണ്ട് പോയി മണ്ണിൽ കൊണ്ടുപോയി നടണം. എല്ലാം മുളച്ച് വന്നിട്ടുണ്ട്. ശരിക്കും എനിക്ക് അത്ഭുതമായി പോയിട്ട്. നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി മേടിച്ച മധുരക്കിഴങ്ങായിരുന്നു, സ്വീറ്റ് പൊട്ടറ്റോ. ഇത് ശരിക്കും ഓറഞ്ച് കളറുള്ളത് കേട്ടോ, ഡാർക്ക് ഓറഞ്ച് കളറാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. പുഴുങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു കളറാണ് കേട്ടോ ഉണ്ടാവുക. അപ്പം ഇനി നേരെ നമുക്ക് നമ്മുടെ റൂം കാണാം. ഇതാണ് ഞങ്ങളുടെ റൂം. പ്രത്യേകിച്ച് കുറേ പരിപാടികളൊന്നുമില്ല, സിമ്പിളായിട്ടുള്ള റൂം, 2 വിൻഡോ. പിന്നെ മോസ്കിറ്റോ നെറ്റ് ഇവിടെ അത്യാവശ്യമാണ്, കാരണം മലേറിയ ഉണ്ടാവും മോസ്കിറ്റോ കുത്തിയിട്ടുണ്ടെങ്കിൽ, കൊതുക് കുത്തിയാൽ. പിന്നെ ഇത് ഞങ്ങളുടെ വർക്ക് പ്ലേസ്. ഇവിടെയാണ് എഡിറ്റ് ചെയ്യണതും തമ്പനയിൽ ഉണ്ടാക്കാനും ഒക്കെ ഉള്ളത്, ചാർജ് ചെയ്യുക, അങ്ങനെ. ഇത് നമ്മുടെ ഏരിയ. പിന്നെ ഈ റൂമിൻ്റെ ഉള്ളിൽ ബാത്ത് അറ്റാച്ച്ഡ് ആണ്. ഇതാണ് ബാത്റൂം, സെയിം കണക്കിന്, പക്ഷേ ടോയ്ലറ്റും ബാത്റൂം രണ്ടും കൂടെ ഒരുമിച്ചുള്ളതാണ്. അപ്പോൾ ഇവിടുന്ന് നേരെ പോകുന്നതാണ് നമ്മുടെ കിച്ചൺ. ഇപ്പോൾ നമുക്ക് കിച്ചൺ കാണാം. അപ്പോൾ കിച്ചണിൽ ഞാൻ ഫ്രിഡ്ജിൻ്റെ മുകളിൽ ചെറിയൊരു കറ്റാവാഴ നട്ടിട്ടുണ്ട്. ഇത് എയർ പ്യൂരിഫയർ ആണെന്നൊക്കെ പറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് കിച്ചണിൽ വെച്ചതാണ്. നന്നായിട്ട് ഉണ്ടാവുകയാണെങ്കിൽ വേറെവിടെയും വെക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ ചെറിയ കിച്ചണാണ്. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് സ്റ്റോർ റൂമൊന്നുമില്ല, പക്ഷെ ഒരാൾക്കോ 2 ആൾക്കോ നിന്ന് പെരുമാറാൻ പറ്റുന്ന ചെറിയൊരു കിച്ചൺ. നമ്മുടെ ഫ്രിഡ്ജ് ഇവിടെ ഉണ്ട്. അതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെ നോർമലി നമ്മുടെ കിച്ചണിൽ ഉണ്ടാകുന്ന എല്ലാ സാധനങ്ങളും. ഇവിടെയൊക്കെ ഡ്രോയേഴ്സ് ഉണ്ട്. ഇവിടെയാണ് നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഉള്ളത് കേട്ടോ. കുറച്ചൊക്കെ ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അപ്പം നമുക്ക് ഇവിടെയൊക്കെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് കേട്ടോ. ഇവിടെയാണ് നമ്മളെല്ലാ സാധനങ്ങളും എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കുഞ്ഞ് കിച്ചണാണ് ഇത്. നമുക്ക് കുടിവെള്ളം എടുക്കുന്നതാണ് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. ഇത് വാതിൽ തുറന്നാൽ പുറത്തേക്ക്, ഞാൻ നേരത്തെ കാണിച്ചല്ലോ പുറം ഭാഗം, അത്രേ ഉള്ളൂ. അല്ലാതെ നമുക്ക് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും അവിടെ സ്റ്റോർ റൂം അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങുന്നത്.
അപ്പം ഇത്രയാണ് നമ്മളെ വീടിൻ്റെ വിശേഷങ്ങൾ കേട്ടോ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മുറ്റത്ത് അവിടെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ മുറ്റത്ത് കുറേ മണ്ണൊക്കെ ഇളക്കിയിട്ട് കണ്ടില്ലേ, എന്നതൊക്കെ കട്ടയൊക്കെ വെച്ച് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ്. കട്ട വെച്ച് പുല്ലൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാൻ, നമ്മുടെ മുൻഭാഗം ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം മഴ വരാൻ പോവാനുള്ള, അപ്പം അതിന് മുന്നേ ചെളിയൊന്നും ആവാതിരിക്കാനുള്ളൊരു സംഭവം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുറ്റൊക്കെ അങ്ങനെ ആക്കിയിട്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ കട്ടയൊക്കെ വെക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം. അതുവരേക്കും ബൈ ബൈ.